രാജു, അങ്കിൾ എണീക്കണം. അങ്കിൾ എണീറ്റാലല്ലേ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവൂ. എന്റെ അമ്മ നിരപരാധിയാണെന്നും ഞാൻ അച്ഛന്റെ മകളാണെന്നും ഉറക്കെ പറയാൻ അങ്കിളിനെ കഴിയും. ബലിയാടാക്കിയ ഏക സാക്ഷ്യ ജഗനങ്ങള്. അങ്കിൾ അച്ഛനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. ഈ കുഴപ്പങ്ങളെല്ലാം തീരണമെങ്കിൽ അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല ഋതു. പക്ഷെ ആ കിടപ്പ് കണ്ടില്ലേ? ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഞങ്ങൾ തിരികെ വരാനാ? രാജു, ഒരു വഴിയുണ്ട്. എന്ത് വഴി? എന്റെ അമ്മാവൻ വന്ന ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും. ഋതുവിന്റെ അമ്മാവനോ? അതാരാ? രാജു ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എന്റെ സ്വന്തം അമ്മാവൻ, ഡോക്ടർ ദേവദത്തൻ. ആ, അത് ശരിയാണല്ലോ. പക്ഷെ മൂപ്പരെ എവിടെ പോയി തപ്പിപ്പിടിക്കും? വല്ല കായലിന്റെയോ കടലിന്റെയോ അടിയിലിരുന്ന് തപസ് ചെയ്യായിരിക്കും ഡോക്ടർ ദേവദത്തൻ. ആ, എന്തായാലും ആ വഴിയൊന്ന് ശ്രമിച്ചു നോക്കാം, അല്ലേ ഋതു? ശ്രമിക്കണം രാജു, ശ്രമിച്ച അമ്മാവനെ കിട്ടും. അമ്മാവൻ സിക്സ് സെൻസ് ഒക്കെ ഉള്ള ആളല്ലേ? ഋതു മനസ്സിൽ വിചാരിക്കേ, അദ്ദേഹം പറന്നെത്തും. എന്നാ ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നാ അദ്ദേഹം വരട്ടെ. പക്ഷേ അതിനു മുമ്പ് ഇവിടുത്തെ ഡോക്ടർ എന്താ പറയുന്നത് നോക്കാം. എന്റെ ഭഗവാനെ, നീ കാത്ത് രക്ഷിച്ചല്ലോ. അളിയ, ആ വള്ളിക്കെട്ട് രുക്മിണിയാ വിളിക്കുന്നത്. എടളിയാ. ഹലോ ആന്റി. താങ്ക് യു മക്കളെ, താങ്ക് യു. എടാ മോനെ, എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. അതെ, എന്റെ മോൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടിടാ. ആണോ? വെരി ഗുഡ് ആന്റി, വെരി ഗുഡ്. ഞങ്ങളെ മറക്കല്ലേ? അത് കൊള്ളാം, നിങ്ങളെ ഞാൻ മറക്കോടാ. ശരി ആന്റി. ഓക്കെ, ശരിയടാ. എടാ, അവന്റെ ജീവിതം കട്ടപ്പുകയാന്ന്. അവൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടൊന്ന്. എനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇവന്റെ കല്യാണം ഞാൻ നടത്തും. രുക്മിണിയോടാ കളി. എല്ലാ കാര്യങ്ങളും ശരിയാവും. ഹരീഷ് വളരെ നല്ലവനാ. അവന് നിന്നോട് ഒരു ദേഷ്യവുമില്ല. എന്നോട് ഋതുവിനോടും നേരിട്ട് പറഞ്ഞല്ലേ. നീ വെറുതെ ഓരോന്നോർത്ത് മനസ്സ് കലക്കരുത്. മനസ്സിന് സന്തോഷം കിട്ടുന്ന നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. വേദനയും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന നിരവധി കാര്യങ്ങള് നമ്മൾ നേരിട്ടിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ അതെല്ലാം ശരിയാകുമെന്നുള്ളൊരു കോൺഫിഡൻസ്, അതാണ് നമുക്കുണ്ടാവേണ്ടത്. ദേ, ഒന്നിനും ഒരു അവസാന വാക്കല്ല. നീ സമാധാനായിട്ടിരിക്കേ. ശരി ഏട്ടാ. ഏട്ടാ, എന്താ മോളെ? ഹരീഷ് നാളെങ്കിലും വരുമായിരിക്കും അല്ലേ? ആ, അവൻ ഉറപ്പായിട്ട് നിന്റെ അടുത്തേക്ക് വരും. ദേവി, ഭഗവതി, കാലവർഷമായി. മോൻ സന്ധ്യ കഴിഞ്ഞ് പുറത്തിറങ്ങരുത്. മഴ പെയ്യും. മോന് സുഖമില്ലാത്തതാ, കേട്ടല്ലോ. മഴ നനയരുത്. ഇല്ല ചേച്ചി, മഴ നനയില്ല. എന്നാ നിങ്ങൾ ചെല്ലേ. എന്റെ കൃഷ്ണ ഭഗവാനെ, എങ്ങോട്ടായി പോക്ക്? ഇതെവിടെ ചെന്ന് അവസാനിക്കും?
ആ സംയുക്തേ, ഞാനേ നിന്റെ വിളി ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അംബികേച്ചി, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോവാ. എന്ത് സീരിയസ്? നമുക്ക് ഈ ഡ്രാമ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിക്ക് മടുത്ത് ചേച്ചി. മനസ്സിലായില്ല. ഞാനെല്ലാം പ്രതാപവർമ്മ സാറിനോട് പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് പ്രതാപനെ ചീറ്റ് ചെയ്ത കേസ് തീരും വരെ നീ എവിടെ പോയാ ഒളിക്കുന്നേ? ചന്ദ്രനിലോ അതോ ചൊവ്വയിലോ? ചേച്ചി, എനിക്ക് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. സ്വസ്ഥതയില്ലെന്നോ? എടി, നീ സന്തോഷിക്കല്ലേ വേണ്ടത്. ആ, നീ സ്വപ്നം കണ്ട ആളല്ലേ നിന്നെ തേടി വന്നേ. നീ മനസ്സിൽ കൊണ്ടു നടന്ന ആളല്ലേ പ്രതാപൻ. ചേച്ചി, അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ. വർമ്മ സാറിന് പോലും അറിയാത്ത ചെറിയ പ്രായത്തിലുള്ള എന്റെ ഒരു സ്വപ്നം, ഒരു അവിവേകം. അങ്ങനെ ഒരു സ്വപ്നം കാണാൻ എന്നെ പ്രേരിപ്പിച്ചത് ചേച്ചി എന്നല്ലേ. ഇനി എന്നെ വെച്ച് അവരുടെ ജീവിതത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ ചേച്ചി. ചേച്ചി, എന്നെ അവരെ ഒന്ന് വെറുതെ വിട്. മിണ്ടരുത് നീ. ഞാൻ പറഞ്ഞ പണി നീ മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ ഹാർട്ട് പേഷ്യന്റായി നിന്റെ അനിയൻ ചെറുക്കനെയും അനിയത്തെയും അപ്പൂപ്പനെയും എല്ലാത്തിനും ഞാനങ്ങ് ചുടും. ഒടുവിലേ നിന്റെ ആ മനയ്ക്ക് അതിന് ഞാൻ തീ കൊളുത്തു. പറഞ്ഞേക്കാം.